വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വിവാദപരമായിട്ടുള്ള ഒരു വിഷയം നമ്മളെ റഫേലുകളെ കുറിച്ചാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ റഫേൽ തകർന്നിട്ടുണ്ടോ തകർന്നിട്ടില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ കുറെ നാളായി ഏറി നിൽക്കുകയാണ്. അപ്പോൾ കേന്ദ്രം തന്നെ ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും തകർന്നിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് തകർന്നു, 6 തകർന്നു എന്ന് അവകാശപ്പെടുന്ന പല മാധ്യമങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ പൂട്ടിക്കെട്ടി പോയി. 6 തകർന്നു, ആ തകർന്ന വിമാനത്തിലെ പൈലറ്റ് തന്നെ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ പൂട്ടിക്കെട്ടി പോയി. എന്തായാലും ഇപ്പോ നമുക്കൊരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഒരു റഫേലിനെ പാകിസ്ഥാൻ അടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ആ റഫേലിന് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ റഫേല് പാകിസ്ഥാൻ തകർത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കും. പാകിസ്ഥാന് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല, അമേരിക്കയ്ക്ക് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്ക റഫേൽ തകർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കേണ്ട ഒരു രാജ്യമാണ്. കാരണം F-35 അമേരിക്കയ്ക്ക് നമ്മൾ ചില്ലറ പണിയല്ല കൊടുത്തത്. തിരുവനന്തപുരത്ത് അത് 1.5 മാസം മഴ നനഞ്ഞു കിടന്നു, ഹാങ്ങർ പോലും കൊടുത്തില്ല നമ്മൾ. അതിനകത്ത് പോലും കയറ്റിയിടാൻ പറ്റിയില്ല, അതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. അതുകൊണ്ട് F-47 ഇറക്കാനുള്ള കൊണ്ടുപിടിച്ച നീക്കത്തിലാണ് അമേരിക്ക ഇപ്പോൾ. അപ്പൊ നമ്മൾ റഫേലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വരുന്ന ഒരു റിപ്പോർട്ട്, ഈ പാകിസ്ഥാൻ റഫേലിനെ അടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നത് ഏത് വഴിയാണെന്ന് കൂടെ ഞാൻ പറയാം. കാരണം നമ്മൾ ആൾക്കാർ വിചാരിക്കില്ല നമ്മളിത് വെറുതെ പറയുകയാണെന്ന്. ഒരു ഫ്രഞ്ച് പ്രതിരോധ മാധ്യമമായിട്ടുള്ള ഏവിയോൺസ് legenddaries.net എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു പ്രതിരോധ മാധ്യമമാണ് ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. പക്ഷെ ഇത് അവര് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടല്ല പുറത്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് വളരെ പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് പറഞ്ഞത്. കാരണം ഇന്ത്യ അതിനെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഈ വാർത്തയുടെ ആംഗിൾ. ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? അവർ പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ വിമാനങ്ങളുടെ എണ്ണം 100 വികസിപ്പിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വിമാനത്തെ പാകിസ്ഥാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ 100 വികസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ 100 പോവുകയാണ്. അത് എന്തുകൊണ്ടാണ് 100 നിങ്ങൾക്കറിയാമോ? അതിന്റെ കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു റഫേൽ വിമാനത്തിനെ പാകിസ്ഥാന്റെ ഒരു മിസൈല് അടിച്ചു. ആ റഫേൽ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ട് പോലും ആ റഫേൽ വിമാനം ആക്രമണം നടത്തി. ലക്ഷ്യം ഭേദിച്ച് പാകിസ്ഥാന് തിരിച്ചടി കൊടുത്ത് ആ കേടുപാടുകളോടുകൂടി ഈ റഫേല് തിരിച്ചെത്തി ആ പൈലറ്റ് പുറത്തിറങ്ങി. ഇതാണ് വാർത്ത. കേൾക്കുമ്പോൾ നമ്മളെ പ്രേക്ഷകർ വിചാരിക്കും റഫേല് തകർന്ന് താഴെ വീണു. അങ്ങനെയല്ല, ഇതാണ് ആ വാർത്ത. ഇപ്പൊ ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ഏവിയോൺസ് legenddaries.net ആണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. മിക്കവാറും കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിരോധ മാധ്യമങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ വൻകിട പ്രതിരോധ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റഫേലിന്റെ ഈ ഒരു കരുത്ത് കണ്ട് ലോക രാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് ഇവര് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ടിട്ട് ഇന്ത്യ നമ്മുടെ 39.5 എന്ന് പറയുന്ന സ്ക്വാഡ്രൻ അതിനെ 48 കൂട്ടാൻ അടിയന്തരമായി റഫേലിനെ 100 എന്നുള്ള രീതിയിലേക്ക് വ്യോമസേന തന്നെ കേന്ദ്രത്തിന് കത്ത് കൊടുത്തു. കാരണം ഇതുപോലൊരു വിമാനത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഒരു മിസൈല് അടിച്ചിട്ടും ലക്ഷ്യം ഭേദിച്ച് തിരിച്ചു വരികയാണ് റഫേല്. അങ്ങനെ ഒരു ഇതിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് വ്യോമസേനയെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട്. അത് അവിടെ നിന്നോട്ടെ. ഇനി കോമഡി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് വെച്ചിട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തതാണ്. മലയാളത്തിലെ മാധ്യമങ്ങളിലൊന്നും അത് അധികം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞ ശേഷം എല്ലാത്തിലും ചറപറാന്ന് ഇത് വരും. അതാണ് എനിക്ക് കൗതുകം എന്ന് പറയുന്നത്. ഈ വാർത്ത നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും നോക്കും ഈ വാർത്ത കാണാം. ഈ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നേവി ഇന്ത്യ അടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കറാച്ചി തുറമുഖത്ത്. നമ്മുടെ നേവി പുറത്തേക്ക് ഇറങ്ങി, ഉപഗ്രഹ ചിത്രം പുറത്തു വന്നു. നമ്മുടെ നേവി ഈ പാകിസ്ഥാൻ നേവിയുടെ ഇത്ര അടുത്തെത്തുമ്പോൾ ഈ നേവി ഇത്ര ദൂരത്തോട്ട് പോകും, വീണ്ടും ഇത്ര അടുത്തെത്തുമ്പോൾ ഈ നേവി ഇത്ര ദൂരത്തോട്ട്. ഇവര് നമ്മൾ കറാച്ചിയുടെ അടുത്ത് എത്തിയപ്പോ ഇവര് കറാച്ചിയിൽ നിന്ന് നേരെ ഗ്വാദ്വാർ തുറമുഖത്ത് പോയി നിന്നു. ഇപ്പൊ വാടാന്ന് പറഞ്ഞു. നിന്റെയൊക്കെ കളി അങ്ങ് തമിഴ്നാട്ടിലല്ലേ നടക്കും, ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടാന്ന് പറയുന്നത് പോലെയാണ്. എന്നിട്ട് നമ്മൾ ഗ്വാദ്വാറിന്റെ അടുത്തേക്ക് അടുക്കാറായപ്പോ ഇവര് നേരെ ഇറാന്റെ അതിർത്തിയിൽ പോയി നിന്നു. വേറെ രാജ്യമാണല്ലോ, അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുമെന്ന് അവിടെ പോയി നിന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഈ ഒരു ഉപഗ്രഹ ചിത്രം പുറത്തു വന്നത്. ഇവർ ഭയന്നു പോയി എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യം നമുക്ക് റഫേലിലോട്ട് പോകാം. ഈ റഫേലിന്റെ ഈ റിപ്പോർട്ട് കേട്ടിട്ട് എന്താണ്
ചേട്ടന്റെ ഒരു വിലയിരുത്തൽ നിലവിൽ ഈ റഫേൽ തകർന്നു എന്ന് പല ആൾക്കാരും വാർത്ത കൊടുക്കുമ്പോൾ ഫ്രഞ്ച് മാധ്യമം തന്നെ പറയുന്നു റഫേലിൽ ഒരു മിസൈൽ പതിച്ചിട്ടും ലക്ഷ്യം ഭേദിച്ചത് തിരിച്ചെത്തിയ ഒരു വിമാനമാണ് എന്ന് പറയുന്നു. എന്നിട്ടും ഇവിടെ തകർന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്ന ഒരു വിപണിയാണ് ആയുധ വിപണി. അത് ഇന്നലെ തുടങ്ങിയതല്ല. ലോകത്തെ പല രാജ്യങ്ങളും സമ്പന്നന്മാരായത്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സമ്പന്നന്മാരായത് ആയുധം വിറ്റതിൽ കൂടി കൊണ്ടാണ്. എല്ലാ രാജ്യങ്ങളും ആയുധം വിറ്റ് തന്നെയാണ്. അപ്പൊ ഈ ആയുധ കമ്പോളം എന്ന് പറയുന്നത് തന്നെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്, വലിയ കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നു, അവര് ചൂടുപിടിച്ചൊന്നുമില്ല. ഈ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു MP അവിടെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ കരസേനയിൽ ഇപ്പോൾ എത്ര പീരങ്കികളോ തോക്കുകളോ അങ്ങനെ എന്തോ ഒരു വെപ്പൺസിന്റെ കാര്യം ചോദിച്ചു. ഒന്ന് തരാമോ എന്ന് ചോദിച്ചിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അത് പിന്നീട് നമ്മൾ അറിഞ്ഞത്, MP പേരൊന്നും പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ഒരു MP ആണ് അത് ചോദിച്ചത്. അപ്പോ അതിന് മറുപടി കൊടുത്തില്ല, കാരണം ഡിഫൻസിന്റെ ആയതുകൊണ്ട് കൊടുത്തില്ല, ആവശ്യത്തിനുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ചോദ്യം വന്നു? കാരണം നമ്മളെ ഈ MP ജയിച്ചു പോകുന്നതിന് നമ്മുടെ ആ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട്. ആകെ 3 സെഷനാണ് ഒരു വർഷത്തിലുള്ളത്. ആ 3 സെഷൻ തന്നെ പകുതി കൂടുതൽ സമയം അലമ്പായിട്ട് പോകാറുമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോഴാണ്, വർഷങ്ങൾ മുമ്പാണിത്, അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഇത് ഈ ചോദ്യത്തിന് മാത്രം 25 ലക്ഷം രൂപ ആ MP കൈപ്പറ്റിയിരുന്നു എന്നുള്ളത്. അന്ന് ഇതേപോലെ തന്നെ വേൾഡിലെ സോഷ്യൽ മീഡിയ ഒന്നും സജീവമായിരുന്ന കാലമല്ലായിരുന്നു. കാരണം ഈ ഒരു ചോദ്യത്തിന് മാത്രം അത്രയും, എന്തിനാണ് ആ ചോദ്യം അവിടെ ഉന്നയിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗണ്ണ് XOR ഏതാണോ ഗണ്ണ് ഇല്ല, അത് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആയുധ കമ്പനികൾക്ക് ഇന്ത്യൻ സർക്കാരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. ഞങ്ങളുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ സാധനം എന്ന് പറയാൻ കഴിയും. മുമ്പ് ഇതിനകത്ത് തന്നെ വലിയ കമ്മീഷനാണ്, നമുക്കറിയാം. ബൊഫോഴ്സ് തോക്കിനകത്തെ കമ്മീഷനാണ് ഒരു സർക്കാരിനെ തന്നെ, ഒരു കുടുംബത്തെ തന്നെ താറുമാറാക്കിയത്. ബൊഫോഴ്സ് അഴിമതിയാണ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അഴിമതിക്കകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച്, അതായത് ഈ കൊടുക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ചില രാജ്യങ്ങൾ അത് അഴിമതിയല്ല, കമ്മീഷൻ പണം ലീഗലിയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് കമ്മീഷൻ പണം നിയമവിരുദ്ധമായ കാര്യമാണ്, കമ്മീഷൻ വാങ്ങാൻ പറ്റില്ലെന്നാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു മുട്ട വാങ്ങിയ പോലെ എത്ര പൈസ എനിക്ക് കമ്മീഷൻ കിട്ടുമെന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായി, പക്ഷെ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഇടനില എന്നുള്ള പരിപാടി അങ്ങ് നിർത്തി. പകരം ഈ കമ്മീഷൻ ഓൾറെഡി തരുന്നത് കമ്മീഷനാണ്. ആ കമ്മീഷൻ തുക കൂടി കുറച്ച്, ശരി നിങ്ങൾ എനിക്ക് തരുന്ന കമ്മീഷൻ തുക കൂടി കുറച്ചിട്ട് എത്ര രൂപയ്ക്ക് തരും എന്ന് പറ. കാരണം സ്വാഭാവികമായി ഓരോ രാജ്യവും ആയുധങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളും ഇല്ല, ചില രാജ്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഒക്കെ അങ്ങനെ ഉണ്ട്, കമ്മീഷൻ കൊടുക്കും. ചിലപ്പം 100 രൂപയുടെ ഒരു സാധനം വിൽക്കുമ്പോൾ അവർ പറയും 100-120 തരാമെന്നോ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപ തരാമെന്നോ. പക്ഷെ ഈ സർക്കാർ വന്നതിന് ശേഷം, ഈ മോദി സർക്കാർ വന്നതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് 10 രൂപ തരുമല്ലോ, അപ്പോ ആ 10 രൂപ അതിൽ നിന്ന് കുറച്ച് 90 രൂപയ്ക്ക് ഞങ്ങൾക്ക് സാധനം തന്നാൽ മതി എന്ന് പറഞ്ഞു. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് സർക്കാരുകൾ ചെയ്യുന്നത് 10 രൂപ തരുമല്ലേ, 10 പോരോ 20 രൂപ ഞങ്ങൾക്ക് വേണം, എന്നാലേ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ 20 മേടിച്ച് പോക്കറ്റിൽ ഇടുമായിരുന്നു. അങ്ങനെ ചപ്പും ചവറും വാങ്ങിക്കൊണ്ട് വരുന്നു. ആ കാലഘട്ടം പോയി. അപ്പൊ വലിയ കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ഫീൽഡാണ്. നമ്മുടെ വാഹന വിപണി പോലെ തന്നെ, ഇല്ലെങ്കിൽ വസ്ത്ര വിപണി പോലെ തന്നെ ലോകത്ത് ഏറ്റവും കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ഫീൽഡ് തന്നെയാണ് ആയുധ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയുധ വിപണിയിൽ എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രൊപ്പഗൻഡ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വാഭാവികമായും നമുക്കറിയാം, ഏതൊരു ആയുധം ലോകത്തിറങ്ങിയാലും, അതിപ്പം അമേരിക്കയുടെ താഡ് ആയാലും റഷ്യയുടെ S-400 ആയാലും, ഇതങ്ങോട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായുള്ള വാർത്തകൾ വരും. ഇത് വലിയ സംഭവം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വാർത്തകൾ വരും. ഇത് എന്നിട്ട് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഇതിന് കേടുപാടും മറ്റും വരുമ്പോൾ പറയും, തകർന്നുപോയി, കണ്ടില്ലേ പറഞ്ഞത്, ഇതിനെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പറയും. ഇത് ഈ ആയുധ വിപണി തന്നെ ചെയ്യുന്ന ഒരു പണിയാണ്. അപ്പോ സ്വാഭാവികമായും റഫേൽ എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം ഇറങ്ങിയപ്പോൾ അത് അത്യാവശ്യം നല്ല വിമാനമാണ് എന്നൊരു പബ്ലിസിറ്റി അത് തുടക്കം മുതലേ കിട്ടി. പക്ഷെ ഇതെങ്ങും പരീക്ഷിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഈ യുദ്ധമുന്നണിയിൽ പരീക്ഷിക്കുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു സാധനത്തിന്റെ ഗ്രാവിറ്റി അറിയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തൊരു കാർ ഇറക്കുന്നു, ആ കാർ കമ്പനി പലതും പറയും, കാർ കമ്പനി പലതും പറയുന്ന പോലെ അല്ലല്ലോ. നമ്മളൊക്കെ കാർ വാങ്ങുന്നത് എങ്ങനെയാണ്? 10 പേരോട് ചോദിക്കും എങ്ങനെയുണ്ടോ വണ്ടി എന്ന് ചോദിക്കുമ്പോൾ മെയിൻ്റനൻസ് ചാർജ് കുറവാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്, സേഫ്റ്റിയും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് മേടിക്കുന്നത്. അപ്പൊ അതിന് ഈ വണ്ടി ഓടണമല്ലോ റോഡിൽ കിടന്ന്. അപ്പൊ ഈ റഫേലൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം
ഇതിന്റെ പരീക്ഷണം പറക്കൽ നടക്കുന്നതല്ലല്ലോ. ഏതെങ്കിലും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റി മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. ഇന്ത്യയുടെ കയ്യിൽ ഇപ്പൊ നിലവിലുള്ള 36 റഫേൽ വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 140 വിമാനങ്ങൾക്കാണ് കരാറ് കൊടുത്തത്. 140 വിമാനങ്ങൾക്ക് ഒന്നിച്ച് കരാറ് കൊടുത്തില്ല. നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കൊണ്ടുവന്നാണ് ഈ 36 എണ്ണം. അപ്പൊ 36 എണ്ണം മികച്ച പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. അപ്പം ഈ ഇന്ത്യയിലേക്ക് ഈ റഫേൽ വന്നപ്പോൾ മുതൽ അമേരിക്കമുള്ള അവിടുത്തെ വിവിധ ഈ ഡിഫൻസ് ഓൺലൈൻസുകൾ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉന്നയിച്ചു. പലരും സംശയം പ്രകടിപ്പിച്ചു. ഇതിനകത്ത് ഇവിടെയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അനുമതിയുണ്ട് എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ വെടി പൊട്ടിച്ചത്. ഈ വിമാനം ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വിമാനത്തെ മോശമാക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു അന്ന് സുപ്രീം കോടതി വരെ രാഹുൽ ഗാന്ധി പോയി റഫേൽ അതിന് അന്നൊരു വലിയ മുദ്രാവാക്യമൊക്കെ ഇവർ കൊണ്ട് ചൌക്കീദാർ ചോർ ഹേ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് ഇദ്ദേഹം പോയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പം അന്നത് മുടക്കാൻ ശ്രമിച്ചു, നടന്നില്ല, നമ്മൾ കൊണ്ടുവന്നു. മോദി സർക്കാരിന് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. 2018 നമ്മൾ S-400 മേടിക്കുമ്പോൾ അമേരിക്ക അത് മുടക്കി, ഉപരോധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. 2 വർഷം വൈകി അത് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ എത്തിച്ചു. അതിന്റെ മികച്ച പെർഫോമൻസ് നമ്മൾ കാണിച്ചു. അതിന് റഫേൽ വിമാനത്തിന്റെ അന്ന് വലിയ തുടക്കം അത് കൊണ്ടുവന്നപ്പോഴാണ് ഇത് നോക്കാം, ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇതിനെ സമാനമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് പക്ഷെ ഒറിജിനൽ ആയിരുന്നു. ബൊഫോഴ്സ് തോക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഈ രാജ്യത്തെ ഇടതുപക്ഷവും മാധ്യമങ്ങളും ഉൾപ്പെടെ വലിയ കോഴ ആരോപണം കൊണ്ടും അഴിമതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അഴിമതിയും കോഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വിജയത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായി പ്രവർത്തിച്ചത് ഈ ബൊഫോഴ്സ് ഗണ്ണുകളായിരുന്നു. അതായത് അതിന്റെ ഈ കാര്യക്ഷമത തെളിയിച്ചത് അവിടെയാണ്. ഇപ്പൊ നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവൃത്തിയിലാണ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാകുമ്പോഴാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഈ റഫേൽ കൊണ്ടുവന്നു. അന്ന് വലിയ പ്രക്ഷോഭം ഈ രാജ്യത്ത് നടന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ ടൈമും കൂടെ ഒക്കെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കരാർ ഒപ്പിട്ടപ്പോഴേ ആ ഒരു വിമാനം ഇവിടെ എത്തി. അത് മികച്ച പെർഫോമൻസ് ഈ യുദ്ധത്തിൽ സംഭവിച്ചു. അന്ന് രാവിലെയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അന്ന് രാവിലെ ഏതാണ്ട് ഒരു 5:30-6 കൂടിയാണ് മലയാളത്തിലടക്കം ചില വിദ്വാൻമാര് 6 വിമാനം തകർന്നു, 9 വിമാനം തകർന്നു, റഫേൽ ജെറ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് അലറിക്കരഞ്ഞ വാർത്തയായി. ഇതൊരു ടൂൾ കിറ്റിന്റെ ഭാഗമാണ്. അതായത് ഓരോ രാജ്യത്തെ മാധ്യമങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പിനെ തന്നെ വലിയ രീതിയിൽ ഫണ്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന വലിയൊരു ടൂൾ കിറ്റുകൾ എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആയുധ വിപണിയുടെ പന്തയം കൂടെ വെച്ചുകൊണ്ടാണ് അന്നത് ആ ഒരു വാർത്ത വന്നത്. പക്ഷെ ആ വാർത്തയിലെ തെളിയിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല, അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, ലോകത്ത് ഒരു രാജ്യത്തിന് പ്രൂഫ് ഇല്ല. പ്രൂഫ് വേണമല്ലോ ഒരു കാര്യത്തിന്. എന്തെങ്കിലും വീണു എന്ന് പറഞ്ഞാലോ തകർന്നു എന്ന് പറഞ്ഞാലോ. കാരണം നമ്മൾ പാകിസ്ഥാനിൽ കയറി അടിച്ചതിന്റെ പ്രൂഫ് നമ്മളല്ല പറഞ്ഞത്. ലോകം മുഴുവൻ അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോഴും മൾട്ടി കളർ ചിത്രങ്ങൾ പോകുന്നുണ്ട്, വീഡിയോ പോകുന്നുണ്ട്. പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് കിട്ടിയ പണി ശരിയായെന്നും. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റഫേൽ കമ്പനി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം എല്ലാ കമ്പനികളും അവരുടെ ഒരു ചാർട്ട് പറയാറുണ്ട്. കാരണം ഈ F-16 ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു, മനുഷ്യ ശ്രദ്ധിച്ചോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. F-16 എന്ന് പറയുന്ന വിമാനം ലോകത്ത് എത്ര എണ്ണം മിസ്സിംഗ് ആയി, ഏതൊക്കെ രാജ്യങ്ങളിൽ മിസ്സിംഗ് ആയി, എന്തൊക്കെ കാരണങ്ങൾ തകർന്നു വീണു എന്നൊക്കെ ഉള്ളത്. അവിടെ പാകിസ്ഥാനിൽ മിസ്സിംഗ് ആയതിന്റെ അവർ എണ്ണം കൊടുത്തിട്ടില്ല. മിസ്സിംഗ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പേരുമുണ്ട്. എന്തുകൊണ്ട് തകർന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വല്ല അത് വലിയ വാർത്തയായിരുന്നു. കാരണം അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഈ വിമാനം ഇത്ര എണ്ണം ഇന്ന രാജ്യത്തിനുണ്ട്, അവരുടെ കയ്യിൽ ഇപ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു, ഇന്ന യുദ്ധത്തിൽ അവർ ഉപയോഗിച്ചു, ഇത്ര എണ്ണം അവിടെ പരിശീലനത്തിൽ തകർന്നു വീണു, ഇത്ര എണ്ണം പണി കിട്ടി തകർന്നു വീണു. അതിൽ പാകിസ്ഥാനിൽ വിമാനമുണ്ട് തകർന്നു വീണതിന്റെ, അതായത് അതിനെ കണക്കൂട്ടുന്ന ഒരു മീഡിയ ഉണ്ട്, ലോകത്ത് ഒരു സൈറ്റ് ഉണ്ട്. അവരെങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത് വെച്ചാൽ ഈ യുദ്ധവിമാനങ്ങളിലൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സീറ്റ് ഉണ്ട് പൈലറ്റിന്റെ. അത് ചൈന ഒഴിച്ച് ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളിലൊക്കെ ആ സീറ്റാണ് അവർ വെക്കുന്നത്. ആ സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു കമ്പനി മാത്രമാണ് എല്ലാ യുദ്ധവിമാനങ്ങൾക്കും സീറ്റ് കൊടുക്കുന്നത്. അതായത് ഈ അറ്റാക്ക്, അതായത് ഈ യുദ്ധവിമാനത്തിന് നേരെ മിസൈലോ വല്ല അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇത് എജക്ട് ചെയ്യും. അതായത് ഈ സീറ്റ് അവിടെ നിന്ന് പൈലറ്റ് ഉൾപ്പെടെ തെറിച്ച് പുറത്തേക്ക് പോയി പൈലറ്റിന് സുരക്ഷ ഒരുക്കും. കാരണം ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏതൊരു രാജ്യവും ചെയ്യുന്നത്, വിമാനമല്ല, പൈലറ്റിനെ രക്ഷപ്പെടുത്തുക. അപ്പൊ ഈ സീറ്റ് അതിൽ നിന്ന് തെറിച്ചു പോകും. അപ്പൊ ഈ സീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഈ കമ്പനിക്ക് അറിയാം, ഈ സീറ്റ് നൽകിയ കമ്പനിക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് രജിസ്റ്റർഡ് ആവും. അത് ഏത് രീതിയിലാണ് ആ സീറ്റ് അതിൽ നിന്ന് ആ വിമാനത്തിൽ നിന്ന് പോയത്. തകരുമ്പോൾ മാത്രമേ ഇത് പോകാറുള്ളൂ. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് 2 സീറ്റ് തെറിച്ചിട്ടുണ്ട്. ആ സീറ്റ് എങ്ങനെ തെറിച്ചതാണെന്നോ എന്താണെന്നോ പറയുന്നില്ല. കാരണം ഇത് ലോകത്തെല്ലാ വിമാനങ്ങൾക്കും, ചൈനയുടെ അല്ല, ചൈനയ്ക്ക് സെപ്പറേറ്റ് സ്വന്തമായിട്ട്, റഷ്യക്കും സ്വന്തമായിട്ടുണ്ട്. ബാക്കിയുള്ള വിമാനങ്ങൾക്ക് ആ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, നെറ്റിൽ സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്നതാണ് ആ കമ്പനിയുടെ. അപ്പൊ ആ കമ്പനിയാണ് സീറ്റ് കൊടുക്കുന്നത്.
അപ്പൊ ഇതിൽ നിന്ന് 2 സീറ്റ് 2 പോയി എന്നുള്ളത് ആ സൈറ്റും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ പോയെന്ന് കമ്പനി പറയുന്നില്ല, അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഈ റഫേൽ സ്വാഭാവികമായി തന്നെ വലിയ ചർച്ചയായി. റഫേൽ തകർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും, അത് ഇന്ത്യ തകർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യം തകരണം എന്നുള്ളത്. തകർന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എന്താണെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരാണ്. ഏതായാലും റഫേലിന്റെ ഇപ്പൊ പുതിയ ഡീറ്റെയിൽസ് വരുന്നത്, റഫേലിനും S-400നും കുറച്ചുകൂടി വലിയ മാർക്കറ്റ് കിട്ടി ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് മാത്രവുമല്ല, നമ്മുടെ തദ്ദേശീയമായ ആയുധങ്ങൾക്കും വലിയ മാർക്കറ്റ് കിട്ടിയിരിക്കുന്നു. ഏതായാലും ആയുധ വിപണിയുടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ട്, അതായത് നമ്മുടെ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് ആയുധ കമ്പനികൾ, ഇതുപോലുള്ള NGO-കൾ, രാജ്യത്തെ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയാണ്. ഇപ്പൊ ഏതായാലും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വ്യോമസേന തന്നെ ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, യുദ്ധം സ്വാഭാവികമായും ഒരു ഭാഗത്ത് മാത്രമല്ല നേട്ടവും കോട്ടവും ഉണ്ടാകും, അതെല്ലാം അറിയിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ഈ അടുത്ത് അമേരിക്കയുമായി നോക്കും പൊതുവെ ദുർബലം എന്ന് പറയുന്ന ഇറാൻ പോലും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ക്യാമ്പ്, സൈനിക ബേസ് കയറി അടിച്ചു എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ് യുദ്ധത്തിന്റെ ഒരു രീതി. വളരെ ഇന്റലിജൻസിൽ മിടുക്കന്മാരായ ഇസ്രയേലിലാണ് 1200 പേരെ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന കയറി കൊന്നത്. ഇതെല്ലാം നമ്മൾ കാണേണ്ട ആയിട്ടൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ വ്യോമസേന പറഞ്ഞത്, യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അടി പോലെ തന്നെയാണല്ലോ യുദ്ധം. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അങ്ങോട്ട് അടിക്കുന്നത് മാത്രമല്ല, അവരിങ്ങോട്ട് അടിക്കുന്നതും അതിന്റെ ഭാഗം തന്നെയാണ്. അതാണല്ലോ സംഘർഷം എന്ന് പറയുന്നത്. അപ്പൊ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കേടുപാട് പറ്റിയ ഈ റഫേലിന്റെ കാര്യമായിരിക്കണം ഒരുപക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു റഫേൽ വിമാനത്തിനൊക്കെ വലിയ കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ 100-500 രൂപയ്ക്ക് തീരുന്ന കാര്യമല്ലല്ലോ ധനുഷേ, കോടികൾ തന്നെ ചെലവഴിച്ച് വേണം അതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ നോക്കുവാനൊക്കെ വേണ്ടി. ഇപ്പൊ ഏതായാലും അത് നമ്മൾ ഇത് നല്ലൊരു കാര്യമാണ് ഈ സബ്ജക്ട് കൊണ്ടുവന്നതിൽ.